ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ല കിഡ്ലം ചിക്കൻ കറിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിതവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഈ ചിക്കൻ ഞാൻ ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് സാധാരണ നമ്മൾ ചിക്കനൊക്കെ മസാല തേച്ചെടുക്കണം. മാതിരി മസാല തേച്ചെടുക്കാം. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, വിനാഗിരി ഒക്കെ തേച്ചിട്ട് മസാല തേച്ചെടുക്കാം. അങ്ങനെ മസാല തേച്ചെടുത്ത ചിക്കനാണിത്. ഇത് ഇനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലോട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഞാൻ മറ്റൊരു സ്റ്റവിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തതാണ്. ഇതിൻ്റെ 3/4 ഭാഗത്തോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതാ ഇത്രയും സവാളയാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലൊരു ബ്രൗൺ കളറാവോളം നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു വലിയൊരു തക്കാളിയാണ്, അത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ളൊരു മീഡിയം സൈസ് തക്കാളിയാണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അത് ചതച്ചിട്ടല്ല, അങ്ങനെ നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടാണ് ഒന്ന് വാട്ടിയെടുക്കണത്. ഇനി തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളകും പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. ഈ മസാലപ്പൊടികളൊക്കെ ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. അതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ മസാലയൊക്കെ തണുക്കാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ സെയിം പാൻ തന്നെ എടുത്തിട്ടുള്ളത്. പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സവാള നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് വഴറ്റി കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വഴണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് സവാളയിലോട്ട് ആദ്യം തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലോട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഞാനിവിടെ 1 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിതിലോട്ട് ക്യാപ്സിക്കം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതലും കുറവൊക്കെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനിവിടെ മോൾക്ക് അധികം എരിവ് പറ്റൂല, അത് കാരണമാണ് 1 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒരുപാട് വഴണ്ടൊന്നും പോവാതെ ജസ്റ്റ് ഒന്ന് പതുക്കെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുരുമുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയാണ് കേട്ടോ. മസാല ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ മസാലയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ മസാലയാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിക്കൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് ഇതിൻ്റെ മസാല തന്നെയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു റെസിപ്പി കിട്ടിയിട്ടുള്ളത് എൻ്റെ നാത്തൂൻ്റെ കയ്യിൽ നിന്നാണ്. ഞാനത് ഒരിക്കൽ കഴിച്ചതിന് ശേഷം പിന്നെ ഇതേപോലെ തന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാറുള്ളത്. പിന്നെ അവരുണ്ടാക്കിയതിനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാൻ അതിലോട്ട് ഇട്ടുള്ളത് ചിക്കൻ മസാലൻ്റെ പൊടിയും കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അത് മസാല കുറച്ച് കുറവായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. ആ ചിക്കനും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇത് നിങ്ങൾക്ക് റോസ്റ്റ് പോലെ ആക്കിയെടുക്കാം. റോസ്റ്റ് പോലെ ആയിരിക്കുമ്പോഴും അത്യാവശ്യം നല്ല ടേസ്റ്റാണ് കേട്ടോ. കറി ആയാലും ടേസ്റ്റാണ്. ഇതിൻ്റെ ആ ഗ്രേവിയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് നിൽക്കുന്നത് കേട്ടോ ഈ ചിക്കനിലോട്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്കാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ ആ ചിക്കനിലോട്ട് പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയി കിട്ടും. പിന്നെ ഞാൻ ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഈ അരച്ചെടുത്ത മിക്സിയിലോട്ട് തന്നെ ചേർത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തതാണ്. ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതേപോലെ മസാല ചേർത്തിട്ട് അതിലോട്ട് ചിക്കൻ ഇട്ടതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ കുക്കാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് റോസ്റ്റ് പോലെ ആയി കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്താലും. പിന്നെ നിങ്ങൾക്ക് കറി വേണം, ചാറ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്കിവിടെ അത്യാവശ്യം ചാറ് വേണം, അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഞാനൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാണ്. അപ്പോൾ ആ ചൂടിലിരുന്നിട്ട് ഈ മല്ലിയിലൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിക്കോളും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.